ഈ പറഞ്ഞ കേസിന് ആധാരമായ സംഭവങ്ങൾ, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തള്ളിയിട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാച്ച് തകർന്നിട്ടുണ്ട്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസുണ്ട്. ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം 10-11 കേസിൽ പ്രതിയാണ്. ചിലത് രാഷ്ട്രീയ സമരങ്ങളാണ്, അത് ഇരിക്കട്ടെ, നമുക്ക് മാറ്റാം. പക്ഷേ ക്രൈം നമ്പർ 386 2019-2018 വർഷം 26/3/2019 പിന്നെ ഉണ്ടായ ഒരു സംഭവം, കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് പരിധിയിൽ പൊതുജനങ്ങൾക്ക് സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തത്തക്ക വിധം തുടർച്ചയായി ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് രാത്രിയിൽ പയ്യൂരിൽ വെച്ച് ഇരുമ്പ് പൈപ്പ്, വാൾ എന്നിവ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തില് പ്രതിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഐക്കുളങ്ങര ക്ഷേത്ര ചടങ്ങിനനുബന്ധിച്ചുള്ള ക്ഷേത്ര ചടങ്ങുകളിലെ അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ക്രമസമാധാന പ്രശ്നത്തിന്റെ പേരിലും ഇദ്ദേഹം പ്രതിയാണ്. ഈ രീതിയില് അദ്ദേഹത്തിന് ഒരു കേസ് ഡയറി ഉണ്ട്. ഈ രീതിയിൽ ഒരു കേസ് ഡയറി ഉണ്ട്. അപ്പൊ അത്തരത്തില് ഒരു കേസ് ഡയറി ഉള്ള ഒരാള് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ കയറി ഇടപെടുന്നു. ആ സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ വിഷയമുണ്ടായി, ഇപ്പോ വളരെ മഹാനായി ചിത്രീകരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവുണ്ടല്ലോ, സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത നേതാവ്, അവിടെ ഒരു പ്രകടനം പോലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയില്ല. ആ ഘട്ടത്തിൽ ഒരു പന്തംകുളത്തി പ്രകടനം പോലും അന്ന് നടത്തിയില്ല. അപ്പൊ അത് നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയാണ്. അപ്പൊ ഈ നിലയിലെ നിരവധി കേസുകളിലെ പ്രതിയായിരുന്ന ഒരാള് അത്തരത്തിലുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ നടന്ന ഒരു സംഭവത്തിലാണ്. എങ്കിലും ലോക്കപ്പിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെ ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ടല്ല ഗവൺമെന്റ് എന്ന രീതിയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.